ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. പ്രത്യേകിച്ച് ഷീലസസും കുടുംബവും ചേർന്നാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ മകൻ ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്നു. ആ ജോലിയിൽ ഒരു വലിയ വിടുതൽ ലഭിക്കേണ്ടതിനായിട്ട്, ആ ജോലിയിൽ തൻ്റെ കഷ്ടപ്പാടുകൾ മാറേണ്ടതിനായിട്ടും, ദൈവം ആ ദേശത്തിൽ തന്നെ മാനിക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ ഷീലസസിൻ്റെ മകള് OET എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഈ ജൂലൈ 6-ാം തീയതിയാണ്. ദൈവം അതിനകത്തൊരു അത്ഭുതം ചെയ്യേണ്ടതിനായിട്ട്, അല്ലെങ്കിൽ എക്സാമിൻ്റെ മേളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ ഷീലസസിനെ തല മുതൽ പാദം വരെയും ദൈവം സൗഖ്യമാക്കുകയും തൻ്റെ എല്ലാ നിലയിലും ഒരു ദൈവിക സമാധാനവും സന്തോഷവും പകരേണ്ടതിനായിട്ടും, തൻ്റെ ഹസ്ബൻഡ് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ വിളിക്കുവാൻ പൂർണ്ണമായിട്ടും തൻ്റെ കുടുംബത്തോട് ചേരുകയും ചെയ്യേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. എൻ്റെ കൂടെ ഇവർക്ക് വേണ്ടി പ്രത്യേകമായി എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? കാരണം ഇവർ മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. നമുക്ക് ഒരുമിച്ചൊന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. എൻ്റെ കൂടെ പ്രാർത്ഥിക്കണേ പ്രിയരെ. വലിയൊരു ദൈവപ്രവർത്തിക്കായിട്ട് കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണഹൃദയത്തോടെ ഷീലസസിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും മകനായി പ്രാർത്ഥിക്കുന്നു. ആ ജോലിയിൽ ഒരത്ഭുതം ആ ദേശത്തിൽ സംഭവിക്കണമേ അപ്പ. ഞങ്ങൾ പൂർണ്ണമായിട്ട് ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അത്ഭുതകരം അങ്ങ് വെളിപ്പെടുത്തണമേ. കർത്താവിൻ്റെ കരമാനകത്ത് ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജോലിയിലെ എല്ലാ വിഷയങ്ങളും മാറുന്നതിനായി സ്തോത്രം. ഞങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ ദൈവത്തിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിക്കുന്നു. അപ്പം മനുഷ്യന് അസാധ്യം ദൈവത്താൽ സാധ്യമാണ്. ദൈവത്തിനത് ചെയ്യാൻ കഴിയും. ദൈവം ആ മകനെ ആ ദേശത്തിൽ മാനിക്കാൻ പോകുന്നതിനായി നന്ദി. കർത്താവെ, അതേപോലെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഷീലസസിൻ്റെ മകൾക്കായി പ്രാർത്ഥിക്കുന്നു. ജൂലൈ 6-ാം തീയതി നടക്കുന്ന എക്സാമിൻ്റെ മേളിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടണമേ അപ്പ. കർത്താവെ, ഇതൊരു നല്ല റിസൾട്ടായി തൻ്റെ ഭയം മാറാനായിട്ട്, താൻ പഠിക്കുന്നത് തന്നെ വരേണ്ടതിനായിട്ട്, ദൈവം തനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങയുടെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്നതിനായി നന്ദി. ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഷീലസസിന് പൂർണ്ണ സൗഖ്യം, പൂർണ്ണ വിടുതലും അങ്ങ് കൊടുക്കണമേ അപ്പ. കർത്താവെ, തൻ്റെ ഹസ്ബൻഡിനെ ദൈവം നടത്തണമേ, ദൈവം തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ അങ്ങ് മാനിക്കണമേ അപ്പ. ഇവരെല്ലാ വിഷയങ്ങളെയും ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി ഇപ്പോൾ സംഭവിച്ചതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാരംഭത്തിൽ തന്നെ പറയട്ടെ പ്രിയരെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ സാമ്പത്തിക കൂടുതലോ ഒന്നുമല്ല നിങ്ങളുടെ മുമ്പിലേക്ക് ഓരോ ദിവസവും കടന്നു വരുന്നത്. കർത്താവ് പ്രവർത്തിക്കുന്ന വിധങ്ങൾക്കായി ഞാൻ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. പ്രത്യേകിച്ച് ഞാൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അറിയുക, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടി വരുന്ന ഓരോ ദൈവമക്കൾക്ക് വേണ്ടിയും ദൈവം വിശ്വസിക്കുന്നതിന് മുകളിലാണ് അത്ഭുതങ്ങളെ ചെയ്യുന്നത്. കാരണം നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ, അറിയുക, നിങ്ങൾ ചോദിച്ചതല്ല ദൈവം ചെയ്യാൻ പോകുന്നത്. ചോദിച്ചത് ചെയ്യുന്നുവെങ്കിൽ ദൈവം മനുഷ്യന് തുല്യനാണ്. അറിയാം, നിങ്ങൾ ഒരാളോട് 1000 രൂപ ചോദിച്ചാൽ ആ വ്യക്തി 1000-ന് മുകളിൽ തരാൻ ചാൻസ് ഇല്ല. കാരണം 1000 മനുഷ്യൻ തരത്തോളൂ. എന്നാൽ എൻ്റെ ദൈവം എന്നോട് നിങ്ങളോടും പറയണം, നാം ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ. എപ്പോഴാണ് ദൈവത്തിൽ നിന്നൊരു ആൻസർ വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ഒരു ശക്തി വെളിപ്പെടുമ്പോൾ, വിശ്വസിക്കുന്നതിന് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പം നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളൊരു ആത്മീയരായിട്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ശക്തി ചലിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടുകൂടൊക്കെ വലിയ ദൈവപ്രവൃത്തികൾ കാണുവാൻ നമുക്ക് ഒരുമിക്കാം. ഹല്ലേലൂയ. എങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നവർ, ഏത് പട്ടണത്തിലും ശ്രദ്ധിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ഒരാൾ പോലും ലജ്ജിച്ചു പോകത്തില്ല കേട്ടോ. അവനിൽ വിശ്വസിച്ച ഒരാൾ പോലും ലജ്ജിച്ചു പോകത്തില്ല. അവനെ കാത്തിരുന്ന ഒരാൾ പോലും ലജ്ജിച്ചു പോകത്തില്ല. കാരണം ഞാനും നിങ്ങൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിലേക്ക് അടുക്കുന്ന മിനിറ്റുകളാണ്. നിങ്ങൾ ചാനൽ മാറ്റാതെ അറിയാം, നിങ്ങൾ ഈ മീഡിയ മാർഗത്തിൽ ശ്രദ്ധിക്കുന്നതോട് ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കാൻ
തയ്യാറാകണം. ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന, ഇടവിടാതെ മുട്ടുന്ന ചിലവർക്ക് വേണ്ടി അസാധാരണമായ വാതിലുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അസാധാരണമായ ദൈവപ്രവൃത്തികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവെ, ഞാനൊരു വിടുതൽ കാണാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വചനം അയച്ച് സൗഖ്യമാക്കുകയും നമ്മുടെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കരം, ഹല്ലേലൂയ, ഈ മീറ്റിങ്ങിൽ വെളിപ്പെടാൻ പോവുകയാണ്. അയക്കപ്പെട്ട വചനത്തിൻ്റെ പ്രത്യേകത, അത് അതിൻ്റെ കാര്യം സാധിപ്പിച്ചിട്ട് മാത്രമേ തിരിച്ചു പോകത്തുള്ളൂ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റും. നിങ്ങളുടെ ഈ ചെവി കൊണ്ട് കേൾക്കുന്ന വചനത്തിനകത്ത് ജീവനുണ്ടെന്നും എൻ്റെയും നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളൊരു നോവലോ സീരിയലോ ഒന്നുമല്ല ഈ സമയത്ത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ കേൾക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടി ഒരാഴം വിളിച്ചു പറയും. ഞാൻ കൃപാവരങ്ങൾ വിശ്വസിക്കുന്നയാളാണ്, കൃപാവരങ്ങളിൽ ശുശ്രൂഷിക്കുന്നയാളാണ്. പക്ഷേ കൃപാവരങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ ദാനമായി നിൽക്കുമ്പോൾ വചനം ദൈവമാണ്. ദൈവശബ്ദം നിങ്ങളെ വിടുവിക്കുമെന്ന് വിശ്വസിക്കുക. ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വഴിയെ തുറക്കാൻ പോവുകയാണ്. ചില വാതിലുകൾ തുറക്കണമെങ്കിൽ നമ്മളൊരു ബലം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഒരു പവർ ആവശ്യമാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേലിൽ ആ ദൈവശക്തി വ്യാപരിക്കുമെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ ഇതുവരെയും കാണാത്ത വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഹാഗാർ കരഞ്ഞെടുത്ത് തന്നെയാണ് അവർക്ക് ഉറവ തുറന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ ആ പരാജയപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലത്ത്, നിങ്ങൾ വേദനിച്ചു നിരാശപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി വലിയ വാതിലുകൾ ദൈവം തുറക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടുകൂടി നിങ്ങളും എൻ്റെ കൂടെ ഈ സമയത്ത് കടന്നു വരണമേ. ഈ എപ്പിസോഡിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത്, ഹല്ലേലൂയ, ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കണമെന്നുള്ളതാണ്. അത്ഭുതങ്ങളെ കാണേണ്ടതിന് വേണ്ടി, ദൈവത്തിൻ്റെ കരുതലുകൾ കാണേണ്ടതിന് വേണ്ടി ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കണം. പ്രാരംഭമായിട്ട് നമുക്കൊരു വചനത്തിലേക്ക് കടന്നു വരാം. സങ്കീർത്തനം 119 അധ്യായം അതിൻ്റെ 18 വാക്യം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. നാം വായിച്ചു കേട്ട വാക്യത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇതാ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണം. നിങ്ങളും ഞാനും യേശുവിനാൽ വിളിക്കപ്പെട്ടവരാണെന്നും യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്നും തിരിച്ചറിയാൻ പറ്റുമ്പോൾ ഒരു കാര്യം ആഴമായി തിരിച്ചറിയണം. ഇന്നു മുതൽ, അല്ലെങ്കിൽ എപ്പോഴറിയുമോ അപ്പോൾ മുതൽ നിങ്ങളുടെ കഴിവിലോ നിങ്ങളുടെ മിടുക്കിലോ അല്ല ഞാനും നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എന്നെ വഴി നടത്തുന്ന ഒരു ആത്മാവിൻ്റെ ശക്തിയുണ്ട്. ഇതാകുന്ന വഴി വാതിലുകളെ തുറക്കുന്ന, ദൈവത്തിൽ നിന്നുള്ള നന്മകളെ കൊണ്ടുവരുന്ന ഒരു ആത്മാവിൻ്റെ ശക്തിയുണ്ട്. ആ നിലയിൽ വിശ്വസിക്കുന്നതിനോട് ആത്മാവ് വിളിച്ചു പറയാണ്, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി 40 വർഷം മരുഭൂമിയിൽ കരുതിയ ഒരു ദൈവമുണ്ട്. വിളിച്ചിറക്കിയ ജനത്തിന് വേണ്ടി അവരെ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലും വഴി നടത്തിയ ദൈവം അവർക്ക് വേണ്ടി മന്ന ശക്തന്മാരുടെ ദൂതന്മാരുടെ ആഹാരം കൊടുത്തുകൊണ്ട്, അവർക്ക് വേണ്ടി കടലിൽ നിന്ന് ലിവ്യാതാന്റെ തലയെ തകർത്തുകൊണ്ട് കാടപ്പക്ഷികളെ കൊണ്ടുവന്ന് അവരെ പോഷിപ്പിച്ചൊരു ദൈവമുണ്ട്. പാറയിൽ നിന്ന് അവർക്ക് വെള്ളം കൊടുത്തുകൊണ്ട് അവരെ ദാഹത്തെ മാറ്റിയൊരു ദൈവമുണ്ട്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ദൈവം മാറയെ മധുരമാക്കുന്നവരാണ്. നമ്മുടെ കണ്ണുകൾ തുറക്കാമെങ്കിൽ ദൈവത്തിൻ്റെ കരുതലുകൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയാണ്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഈ തിരുവചന കേൾവിക്കകത്ത് എനിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന നന്മകളെ കാണുവാൻ, എനിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന നന്മകളെ പ്രാപിപ്പാൻ നമുക്കൊരുങ്ങാം പ്രിയരെ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നിന്ന് ഒരു 2 ഭാഗങ്ങൾ വേഗത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ചിന്തിക്കുകയാണ്. നിങ്ങൾ ഈ ദൂതനെ അതേപോലെ പ്രാർത്ഥിച്ച് സ്വീകരിക്കണം. നിങ്ങൾക്ക് ഇതുവരെയും കാണാൻ കഴിയാത്ത നിലയിൽ നിൽക്കുന്ന ചിലത്, ആ കനാവിലെ കല്യാണ വീട്ടിൽ ഹല്ലേലൂയ അവിടെ വീഞ്ഞ് അവസാനിക്കുകയാണ്. എന്നാൽ ഇതാ 3-ാമത്തെ ദിവസം യേശുവിൻ്റെ കരത്താൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ ശബ്ദത്താൽ ഹല്ലേലൂയ അവിടുത്തെ പച്ചവെള്ളം വീഞ്ഞായി തീരുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇങ്ങനൊരു പദം ആഴമായി ആദ്യത്തിൽ വിളിച്ചു പറയുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ഇതുവരെയും നിങ്ങൾ കാണാത്ത ചില നന്മകൾ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവം തുറക്കാൻ പോവുകയാണ്. ദൈവത്തിന് അത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ജോലി വിഷയത്തിനകത്ത്, നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിനകത്ത്, അതേപോലെ തന്നെ നിങ്ങളുടെ ഹല്ലേലൂയ കുടുംബ വിഷയത്തിനകത്ത് എല്ലാം ദൈവം അത്ഭുതങ്ങളെ തുറക്കാൻ പോവുകയാണ്. അത്ഭുതങ്ങളെ തുറക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിച്ചിട്ട് നമ്മുടെ ചിന്തയിലേക്ക് വരാം. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബെർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. 15-ാമത്തെ വാക്യം കൂടെ, തുരുത്തിയിലെ വെള്ളം ചിലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിൽ ഇട്ടു. 16-ാമത്തെ വാക്യം കൂടെ, അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻ ഭാരത്ത് ദൂരത്തിരുന്ന്
കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. പ്രിയരെ, ഈ 3 വാക്യങ്ങൾ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആഴമായ ഒരു കാര്യം കാണാൻ കഴിയുന്നു. അബ്രഹാം അതികാലത്തെ ഹാഗാറിനെയും ഇശ്മായേലിനെയും ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്ത് മരുഭൂമിയിലേക്ക് തള്ളി അയക്കുകയാണ്. ഇനി വരുന്നെന്നുള്ള ചിന്തയിലായിരിക്കും. എന്നാൽ ആ തുരുത്തിയിലെ വെള്ളം തീർന്ന ശേഷം ബർശേബ മരുഭൂമിയിൽ കുഞ്ഞിനെ ഒരു കുറുങ്കാട്ടിൽ തണലിൽ ഇട്ടിട്ട് അവൾ മരണം കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതേപോലെ എല്ലാം അവസാനിച്ചു, ഇനി മറുപടിയില്ല എന്നൊക്കെ പറഞ്ഞാണ് എന്നെ ശ്രദ്ധിക്കുന്നത്. നിങ്ങളോട് പരിശുദ്ധാത്മാ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ, നിങ്ങൾ ദൈവത്തോട് അടുക്കുമെങ്കിൽ, എൻ്റെ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ പറ്റും. ഇന്നലകളുടെ തകർച്ചകളിൽ നിന്ന്, മുമ്പേ അനുഭവിച്ച വഴിയടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് ഈ മിനിറ്റിൽ ദൈവത്തോട് അടുക്കാമെങ്കിൽ നിന്റെ കണ്ണുനീരിൽ, നിന്റെ പ്രാർത്ഥനയിൽ എൻ്റെ ദൈവം പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് ഞാൻ വിശ്വസിക്കുന്നയാളാണ്. ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ഈ അത്ഭുതങ്ങളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്നെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിലാണ് ഈ ദിവസങ്ങളിൽ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്നും ദൈവം കടക്കാരനല്ലാതെ ഭയങ്കരമായ ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. ഞാനൊന്ന് ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടിയും ഇതാ കരുതലുകൾ വെളിപ്പെടാൻ പോവുകയാണ്. ഇതാ ഇശ്മായേലിന്റെ മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉയരത്തിൽ ദൂതൻ ഇറങ്ങി വന്ന ഹല്ലേലൂയ ഹാഗാറിനോട് പറയാണ്, ഹാഗാറെ, നിനക്കെന്ത്? ബാലന്റെ നിലവിളി സ്വർഗത്തിലെത്തിയിരിക്കുകയാണ്, ദൈവം കേട്ടിരിക്കുകയാണ്. എങ്കിൽ 19-ാമത്തെ വാക്യം, ഇനി ആ മരുഭൂമിയിൽ വെള്ളമില്ല, എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്ന ചിലവരോടും ദൈവം ഇതേ മറുപടി പറയാണ്, നിങ്ങൾക്ക് വേണ്ടി പുതിയത് ദൈവം വെളിപ്പെടുത്തും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ നിങ്ങൾ കാണാൻ പോകുകയാണ്. ഇതാ വാക്യത്തിനകത്തേക്ക് 19-ാമത്തെ വാക്യം, ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളമെടുത്ത് നിറച്ച് ബാലനെ കുടിപ്പിച്ചു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ദൈവം അവളുടെ കണ്ണ് തുറന്നു. എവിടെയാണോ അവൾ കരഞ്ഞത്, എവിടെയാണോ അവസാനിച്ചെന്ന് പറഞ്ഞത്, എവിടെയാണോ ഇനി വഴിയില്ലെന്ന് പറഞ്ഞത്, ആ നിലവിളിയുടെ നടുവിൽ അവൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ എന്ന് പറഞ്ഞാൽ അവളുടെ സമീപത്തായി ആ കാണുന്ന സ്ഥലത്ത് തന്നെ അവൾക്ക് വേണ്ടി ഒരു ഉറവ ദൈവം തുറന്നു. നിങ്ങൾ എത്ര പേർ എൻ്റെ കൂടെ ചേർന്നത് വിശ്വസിക്കും? ഇതേപോലെ കരുതലുകൾ ഇപ്പോൾ ചിലവർ വെളിപ്പെടാൻ പോകുകയാണ്. പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവത്തോട് അടുക്കുമെങ്കിൽ, കർത്താവേ, എനിക്ക് വേണ്ടിയും ഇതേപോലെ കരുതൽ കാണുവാൻ, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, എൻ്റെ ഹല്ലേലൂയ ആയിരിക്കുന്ന അനുഭവങ്ങൾക്കെല്ലാം, ഞാൻ ഇടപെടുന്ന മേഖലകളിലെല്ലാം ഇതേപോലെ എനിക്ക് വേണ്ടി ഒരു ഉറവയെ തുറക്കേണ്ടതിനായിട്ട്, കർത്താവിൻ്റെ കണ്ണിനെ ഒന്ന് തുറക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ പറ്റുന്നതിനുണ്ടോ? ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ നന്മകൾ തുറന്നു വരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിടുതലുകൾ സംഭവിക്കാൻ പോവുകയാണ്. കർത്താവെ, കണ്ണ് തുറക്കുന്ന ദൈവമേ, ഒരത്ഭുതത്തെ അങ്ങ് വെളിപ്പെടുത്താൻ പോകുന്നതിനായി നന്ദി. ഇതാ ഹാഗാറിൻ്റെയും ഇശ്മായേലിൻ്റെയും അറിയ ദാഹം തീരുകയാണ്. അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയും ഇതേപോലെ പരാജയപ്പെട്ട കടലിൽ, പരാജയപ്പെട്ട ആ പടകിൽ എൻ്റെ ദൈവം ഒരു വാക്കുകൊണ്ട് പടകിനെ നിറയ്ക്കുന്നത് പോലെ, കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അങ്ങ് കരുതുന്ന ദൈവമാണ്. തൊട്ടടുത്ത അധ്യായം ശ്രദ്ധിക്കാമെങ്കിൽ അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുന്നതും തൻ്റെ ഏകജാതനായ മകനെ യാഗം കഴിക്കണമെന്ന് പറയുന്നത് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ വാക്കനുസരിക്കുന്ന അബ്രഹാം ഇതാ അറിയ ഇസഹാക്കുമായിട്ട് യാഗത്തിന് വേണ്ടി ഒരുങ്ങി മോറിയ മലയിലേക്ക് ചെല്ലുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, വാക്യത്തിനകത്തേക്ക് വരാം. ഇതാ അവർ താഴ്വരയിലെത്തി. 3 ദിവസം യാത്ര ചെയ്ത് അബ്രഹാം ദൂരത്തു നിന്ന് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് അവൻ എത്തുമ്പോൾ, എന്നെ ശ്രദ്ധിക്കുന്നവരെ, താഴ്വരയിൽ കൂടെ ചെന്ന ബാല്യക്കാരെ അവിടെ നിർത്തിയിട്ട് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ മലയുടെ താഴ്വരയിൽ എത്തുമ്പോൾ ബാല്യക്കാരോട് അവിടെ നിൽക്കാൻ കൽപ്പിച്ചിട്ട് വിറകെടുത്ത് മകന്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, വാ, നമുക്ക് മല കയറാം, യാഗത്തിന് വേണ്ടി പോകാം. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ, എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ഇതാ മല കയറുമ്പോൾ മകന്റെ മേളിൽ വിറകിന്റെ ഭാരമുണ്ട്. അപ്പന്റെ ഹൃദയത്തിൽ ഇനി എങ്ങനെയെന്നുള്ള ചോദ്യത്തിന്റെ ഭാരം നിൽക്കുകയാണ്. എല്ലാം അവസാനിക്കുകയാണോ എന്നുള്ള ഭാരം. ഈ ഭാരത്തിൽ അവർ മല കയറുമ്പോൾ ഇതാ അപ്പനോട് മകൻ ചോദിക്കുകയാണ്, തീയും വിറകും ഉണ്ട്, എവിടാ യാഗമൃഗം? ആ ചോദ്യം അബ്രഹാമിനെ പിടിച്ചു കുലുക്കി കാണാം. ഇന്നും ഇതേപോലെ നിങ്ങളുടെ കുടുംബത്തിൽ ചോദ്യങ്ങൾ ഉയരുന്നു, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ടാകാം. എത്ര പേർക്ക് ബലത്തോടെ എൻ്റെ കൂടെ പറയാൻ പറ്റും, യഹോവ നോക്കിക്കോളും,
യഹോവ കരുതിക്കൊള്ളും. 8-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ, 8-ാമത്തെ വാക്യം, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, കുടുംബങ്ങൾ ഒരുമിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ, ഹല്ലേലൂയ, സ്നേഹബന്ധങ്ങൾ മുമ്പോട്ട് ഒരുമിച്ച് പോകണമെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരുതലുകൾ അതിന്റെ മധ്യത്തിൽ വെളിപ്പെടണം. കരുതലുകൾ കാണാതെ, ഹല്ലേലൂയ, ജീവിതത്തിനകത്ത് ബുദ്ധിമുട്ടും വിഷമങ്ങളും ഇല്ലായ്മകളും വരുമ്പോഴാണ് കുടുംബ വഴക്കുകൾ, പ്രശ്നങ്ങൾ മനുഷ്യർ തമ്മിൽ ഉണ്ടാകുന്നത്. എന്നാൽ ഇവർ ഒരുമിച്ച് നടക്കാനുള്ള ഏറ്റവും വലിയ ആഴം അബ്രഹാം വിളിച്ചു പറഞ്ഞു, ദൈവം നോക്കിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും. എത്ര പേർക്ക് ഇല്ലായ്മയുടെ നടുവിൽ നിന്ന് വിളിച്ചു പറയാൻ പറ്റും, എൻ്റെ ദൈവം നോക്കിക്കൊള്ളുമെന്ന്? ഇതാ മലയ്ക്ക് മുകളിലേക്ക് ചെന്നു. ഹല്ലേലൂയ, ദൈവം പറഞ്ഞ സ്ഥലത്തെത്തി. അബ്രഹാം യാഗം കഴിക്കേണ്ടതിന് വേണ്ടി മകനെ കൈകെട്ടി വിറകിന്റെ മേളിൽ കിടത്തുകയാണ്. താൻ കത്തിയെടുത്ത് യാഗത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ വിളിച്ച ദൈവം, കരുതുന്ന ദൈവം അബ്രഹാമിനോട് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നതെന്നറിയാവോ? 22-11 വാക്യം. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രഹാമേ, അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. 12-ാമത്തെ വാക്യം. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുൾ ചെയ്തു. ഇതാ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിക്കുക. കത്തി ഊങ്ങുന്ന അവസാനിക്കുമെന്ന് പറഞ്ഞ ആ മിനിറ്റിൽ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുകയാണ്, ദൈവശബ്ദം വെളിപ്പെടുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ എല്ലാം തീർന്നു എന്ന് ശത്രുവും ലോകവും നിന്നെ നോക്കി പറഞ്ഞാലും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അതിൻ്റെ നടുവിലും വഴി തുറക്കാൻ പറ്റുന്ന ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി, ഹല്ലേലൂയ, ചെങ്കടലിന്റെ നടുവിൽ വഴി തുറന്ന, അറിയാം, ഫറവോൻ കാണാത്ത വഴി ആ രാത്രിയിൽ മുമ്പിൽ നടന്ന ദൂതൻ പിൻപിലോട്ട് വന്നു. ഹല്ലേലൂയ, ഇസ്രായേൽ മക്കൾക്ക് ആ രാത്രി മുതൽ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. ഇസ്രായേൽ മക്കൾക്ക് രാത്രി വഴി തുറന്ന് അവരെ ചെങ്കടൽ കയറ്റുന്നത് കാണാൻ പറ്റും. അവർ വെളിച്ചത്തിലാണ് അക്കരെ കയറുന്നത്. എന്നാൽ ഫറവോനൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഇരുട്ടായി. ഞാൻ ഇന്ന് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ഇന്നു മുതൽ രാത്രിയെ പ്രകാശമാക്കാൻ പോവുകയാണ്. രാത്രിയിലും ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നു. നിന്റെ സ്പീഡ് വർദ്ധിക്കാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി ഭയങ്കരമായ ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ പോകുന്നു. എങ്കിൽ അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് മടങ്ങി വരികയാണ്. 13-ാമത്തെ വാക്യം, 22-13 വാക്യം. അബ്രഹാം തലപൊക്കി നോക്കുമ്പോൾ പിൻപുറത്ത് ഒരു ആട്ടിൻകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടിൻകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. ഇതാ അങ്ങോട്ട് പോയ സമയത്ത് ഒരാട്ടിൻകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിക്കപ്പെട്ട് കിടക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആടുകളെ കണ്ടിട്ടുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആടുകൾ ഏതെങ്കിലും കുരുക്കിലോ കുഴിയിലോ വീണാൽ ആടുകൾ ബഹളം ഉണ്ടാക്കും, പ്രത്യേക ശബ്ദം ഉണ്ടാക്കും. കാരണം അത് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന മൃഗമാണ്. എങ്കിൽ അബ്രഹാം ഇസഹാക്കും അങ്ങോട്ട് പോകുമ്പോൾ അവർ ആ ആട്ടിൻ കൊറ്റനെ കണ്ടില്ല. ഒന്നിൽ അവരുടെ ഭാരമായിരിക്കും, അവർ എങ്ങനെയെന്നുള്ള ചോദ്യമായിരിക്കും. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ കണ്ണ് തുറക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ, നിങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രതികൂലത്തിൻ്റെ നടുവിൽ ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, പൗലോസും ശീലാസും അകത്തെ തടവറയിലാക്കി. എന്നാൽ അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ തടവറക്കാർ ചുറ്റുമുള്ള അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നോക്കുന്നത് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഞാൻ ഭക്തന്മാരോട് വിളിച്ചു പറയുന്നു, ദൈവത്തെ ആശ്രയിക്കുന്നവരോട് വിളിച്ചു പറയുന്നു, ലോകം കാണാത്ത ചില വഴികൾ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കും. ഹല്ലേലൂയ. അവർക്ക് എന്ത് ഭവിക്കുമെന്ന് കാണാൻ നിന്നവരുടെ മധ്യത്തിൽ കാരാഗ്രഹങ്ങളെ പൊളിച്ചു കളഞ്ഞു ദൈവം. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇതാ അബ്രഹാമിന് വേണ്ടി, ഇസഹാക്കിന് വേണ്ടി ഇതാ ഒരു കൊമ്പിൽ മുടക്കിക്കിടക്കുന്ന അല്ലെങ്കിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു ആട്ടിൻ കൊറ്റനെ കാണാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിനകത്ത് ഏറ്റവും വലിയ ആഴമുണ്ട്. എന്താണെന്ന് അറിയാമോ? കൊമ്പ് ഒരു ആട്ടിൻകുട്ടിക്ക് വളരണമെങ്കിൽ മിനിമം 1 വർഷമെങ്കിലും കഴിയണം. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ വരുന്ന പ്രശ്നത്തിൻ്റെ, നിങ്ങൾ വരുന്ന പ്രതികൂലത്തിന് മുമ്പേ എൻ്റെ ദൈവത്തിൻ്റെ കരുതലുകൾ വെളിപ്പെട്ടിരിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവം വെച്ചിരിക്കുന്ന നന്മകളെ കാണണമെങ്കിൽ ഒരു ഭക്തൻ അവൻ്റെ കണ്ണു തുറക്കണം. അബ്രഹാം തലപൊക്കി നോക്കുമ്പോഴാണ് പിൻപുറത്ത് കിടക്കുന്ന ആട്ടിൻകൊറ്റനെ കാണുന്നത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, ഈ മെസ്സേജ് നടന്നുകൊണ്ടിരുന്ന ഈ സമയത്ത് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് പറയും, എനിക്ക് വേണ്ടി അങ്ങനെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ അത്ഭുത സാക്ഷ്യത്തിലേക്ക് വരികയാണ്. അതിനുശേഷം പ്രാർത്ഥിക്കാൻ പോകുന്നു. കടന്നു. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദേവദാസിനോടും കുടുംബത്തോടും സഭാമക്കളോടും സൂമിലായിരിക്കുന്ന ദൈവമക്കളോടും ചേർന്നൊരു സാക്ഷിയായി നിൽപ്പാനടിനെ ഒരുക്കിയ വൻകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു.
ഞാൻ 2022 ഞാൻ ഈ സഭയിൽ കടന്നു വന്നത്. അത് സൂമിലൂടെയാണ് ഞാനിവിടെ എത്തിച്ചേരാൻ എനിക്ക് വഴി ഒരുങ്ങിയത്. ഞാനിവിടെ 2022 കടന്നു വന്നു. ഞാൻ ആ സമയത്ത് ഒരുപാട് ശാരീരികമായും മാനസികമായും ഒരുപാട് ഡിപ്രഷനിൽ ഇരിക്കുകയായിരുന്നു. മുന്നോട്ട് പോലും കാലെടുത്ത് വെക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ ഇരുന്ന സമയത്താണ് എനിക്ക് സൂമിൻ്റെ ഐഡിയ കിട്ടിയത്. ഞാൻ ഈ സഭയിൽ കടന്നു വന്നതും ഞാൻ ഈ സഭയിൽ ആദ്യമായിട്ട് കടന്നു വന്നു. ഞാൻ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഈ സഭയിൽ ഞാൻ സ്റ്റേ ചെയ്തു, പ്രാർത്ഥിച്ചു. ഞായറാഴ്ച ദിവസം ദേവദാസൻ എൻ്റെ തലയിൽ കൈവച്ച് ദൂത് പറഞ്ഞു, ഈ അന്യദേശത്തു നിന്നൊരു നന്മ തേടി വരും, അത് തേടി പോകണ്ട, അത് തേടി വരിക തന്നെ ചെയ്യുമെന്ന് ദേവദാസനോട് ദൂത് അറിയിച്ചു. ആ സമയത്തൊക്കെ ഞാൻ ദൈവസേനയിൽ ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ജാഗരിച്ചുകൊണ്ടേയിരുന്നു. ആ 2022 ലാസ്റ്റ് 6 മാസം ആയപ്പോഴത്തേക്കിന് എനിക്ക് ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. എനിക്ക് ഓപ്പറേഷനൊക്കെ വേണമെന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ കടന്നു വന്നു. എനിക്ക് ആ സമയത്ത് ആ വാഗ്ദത്തം പ്രാപിച്ചെടുക്കാൻ എനിക്ക് ആ സമയത്ത് പറ്റിയില്ല. എനിക്ക് ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ മിടുക്കോ എൻ്റെ സാമർഥ്യം എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല. ഈ ആരാധന എൻ്റെ വിടുതലാണ്, ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്, ഈ ആരാധന എൻ്റെ സന്തോഷമാണ്. ഞാൻ 2022 വന്നപ്പം എനിക്കൊരു വിടുതലിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ആ വിടുതൽ ഞാൻ 2022 ഈ സഭയിൽ വന്ന് ഞാനത് പ്രാപിച്ചെടുത്തു. 2023 എനിക്കൊരു സൗഖ്യം ആവശ്യമാണ്, എനിക്കൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. ആ ഓപ്പറേഷന് എനിക്ക് ഒരു കത്തി പോലും, ദേവദാസൻ എനിക്കത് സൂമിലൂടെയാണ് ദൂത് അറിയിച്ചത്, ഒരു കത്തി പോലും വെക്കാതെ, ഒരു തുള്ളി രക്തം പോലും വാർന്നു പോകാതെ അദ്ദേഹം അത്ഭുതകരമായി വിടുവിച്ചിരിക്കും. ഞാൻ അന്നേരം തന്നെ അത് ദേവസ്ഥയിലെടുത്ത് പ്രാർത്ഥിച്ചു. അപ്രകാരം പിന്നെ ഞാൻ ഡോക്ടറെ ഒന്ന് കാണും. എനിക്ക് ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, ഇരിക്കാനും പറ്റത്തില്ല, യാത്ര ചെയ്യാൻ പറ്റത്തില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ ആ സമയത്തിരുന്നത്. അങ്ങനെ ആ 2023 2 വിടുതലാണ് ദേവദാസൻ ദൂതറിയിച്ച്, സൂമിലൂടെ ദൂതറിയിച്ച് എനിക്ക് ദൈവം തന്നത്. ആ 2 വിഷയത്തിന് മേലും എനിക്ക് പൂർണ്ണമായി വിടുതൽ ദൈവം തന്നു. ഞാൻ ഒരു ഡോക്ടറെയോ ഒരു മെഡിസിനോ ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കരുണയാണ്, എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ ഈ 2024 എനിക്ക് ഞാൻ ആ സമയത്തെല്ലാം സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഞാൻ ഇവിടെ കടന്നു വന്നത്. എനിക്ക് വലിയൊരു വിടുതൽ ആവശ്യമാണ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് ഇവിടെ വരെ കടന്നു വന്നത്. അത് എൻ്റെ കയ്യിൽ സാമ്പത്തികം ഉണ്ടായിട്ടല്ല, ഞാൻ കടം വാങ്ങിച്ചൊക്കെയാണ് ഈ സഭയിൽ വന്നത്. അന്ന് പലരും എന്നോട് ചോദിച്ചു, ഈ കടം വാങ്ങിച്ച് പത്തനംതിട്ട സർച്ചില്ലാത്തത് കൊണ്ടാണോ കൊല്ലം വരെ പോകുന്നതെന്ന് വരെ എന്നോട് എൻ്റെ സഹോദരങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ വിടുതൽ അവിടെയാണ്, ഞാൻ വിടുതൽ പ്രാപിച്ചത് കൊല്ലം സഭയിലാണ്, ഞാൻ ഇനിയും പോകും എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും കടന്നു വന്നു. 2023 ഞാൻ ഭവനം നോക്കി, ഒരു വാടക വീട് നോക്കി. ആ വീട് എനിക്ക് 2023 എല്ലാം ഞാൻ നോക്കിയിട്ട് എനിക്കൊരു വീട് അവിടെ ശരിയായില്ല. എനിക്ക് എന്തെന്നറിയത്തില്ല. അപ്പോഴത്തേക്കും എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ, എൻ്റെ അമ്മ കൊല്ലത്താണ്, അവിടെ അമ്മയുടെയൊക്കെ നോക്കാൻ വന്നു. അവിടെ വന്ന് അമ്മയുടെ കൂടെ നിന്നു. ആ സമയത്ത് ഈ 2024 ഫെബ്രുവരി മുതലേ ദേവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, സാമ്പത്തികം ഒരുങ്ങുന്നുണ്ടെന്ന് ഞാൻ ഒരു ജോലിക്കൊന്നും പോകുന്നില്ല, സാമ്പത്തികം ഒരുങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനത് സംശയിച്ചില്ല. ദൈവം ഉവ്വെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉവ്വെന്നാണ് ദേവദാസൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായൊരു വിടുതലാണ്. ഈ ദേവദാസൻ എന്ന് വരെ എനിക്ക് ദൂത് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിവർത്തിയായിട്ടുണ്ട്. ആ ദൂതിൻ പ്രകാരമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതും ഞാൻ ഈ സഭയിൽ കടന്നു വന്നിരിക്കുന്നതും. അപ്രകാരം ഫെബ്രുവരി മാർച്ച് ആയപ്പോഴത്തേക്കിന് എനിക്ക് സാമ്പത്തികം, ദേവദാസൻ ഫെബ്രുവരി പറഞ്ഞു സാമ്പത്തികം ഒരുങ്ങുന്നതിന് മാർച്ച് ആയപ്പോഴത്തേക്കിന് എനിക്ക് സാമ്പത്തികം ഒരുങ്ങി. ഞാൻ പത്തനംതിട്ട വീട് നോക്കിയേ എനിക്ക് കൊല്ലത്ത് എൻ്റെ അമ്മയും അച്ഛൻ താമസിക്കുന്ന ഫ്രണ്ടിൽ തന്നെ എനിക്കൊരു വാടക വീട് ദൈവം ഒരുക്കി തന്നു. ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ വീട്ടിലാണ് ഞാൻ മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവരെ ഒരുപാട് ചോദ്യങ്ങളുടെ നടുവിലാണ് ഞാൻ കടന്നു പോകുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്. ഞാൻ ഒന്ന് മാത്രമേ കർത്തനോട് പറഞ്ഞുള്ളൂ, കർത്താവ് എനിക്ക് സ്വാതന്ത്ര്യത്തോടെ എൻ്റെ ദൈവത്തെ ഒന്ന് വിളിക്കണം, എനിക്കൊന്ന് ആരാധിക്കണം. എൻ്റെ ദൈവം അപ്രകാരം എനിക്കൊരു വാടക ഭവനം തന്നു. ആരുടെ ഒരു ബുദ്ധിമുട്ടല്ല, ഞാൻ ഇന്ന് ആ ഭവനത്തിൽ നിന്ന് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എനിക്ക് സമയമില്ല, ഏതെല്ലാം സമയം, രാത്രി ഏത് സമയമാണ് എനിക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഞാൻ ചാടി എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കും. ഇന്ന് ഞാൻ നിൽക്കുന്നത് ആ പ്രാർത്ഥനയാണ്, ദേവദാസന്റെ ദൂതാണ്, ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. ഇത്രത്തോളം ദൈവം നടത്തിയതിന് ദൈവം ഒത്തിരി നന്ദി പറയുന്ന പോലെ എൻ്റെ മോന് അവൻ അവധിക്ക് വരുന്ന സമയത്തും കഴിഞ്ഞ വർഷം 2022 വന്നപ്പം എനിക്ക് ആ സമയത്ത് സുഖമില്ലാതിരിക്കുകയായിരുന്നു. എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് ഇവിടോട്ട് വരാൻ പറ്റത്തില്ലായിരുന്നു. ഹീമോഗ്ലോബിൻ എൻ്റെ ശരീരത്തിൽ 7 ഉള്ളായിരുന്നു. അതുകൊണ്ട് എനിക്കൊത്തിരി യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഒത്തിരി ആഗ്രഹമാണ് എൻ്റെ കുഞ്ഞിനെ ദേവദാസിനെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന വലിയൊരു ആഗ്രഹത്തോടിരുന്ന സമയത്താണ് ദേവദാസൻ പത്തനംതിട്ടയിൽ കോന്നിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നത്. ഞാൻ അപ്പോഴത്തേക്ക് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ അതൊന്ന് അയച്ചു തരണേ, അഡ്രസ്സ് ഒന്ന് അയച്ചു തരണേ. പാസ്റ്ററോട് എനിക്ക് അഡ്രസ്സ് അയച്ചു തന്നു. ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ പോയി ഞാൻ പ്രാർത്ഥിപ്പിച്ചു. ഇന്ന് ആ ദേവദാസനെ എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പറഞ്ഞ അതേ ദൂതാണെന്ന് ഞങ്ങൾ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ദൈവം, എൻ്റെ മിടുക്ക്, എൻ്റെ സാമർഥ്യം ഒന്നല്ല. ഈ 2
2 മാസം എൻ്റെ കുഞ്ഞ് ഏപ്രിൽ മെയ് മുതൽ 2 മാസം ഈ സഭയിൽ ആരാധിക്കാൻ ഇവിടെ സ്റ്റേ ചെയ്യുന്നു. 3 ദിവസം 72 മണിക്കൂറും ഈ സഭയിൽ നിന്ന് ആരാധിക്കുവാനൊക്കെ എൻ്റെ കുഞ്ഞിന് ദൈവം വഴിയൊരുക്കി. എൻ്റെ ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും തീർത്തില്ല. ഇതൊന്നും എൻ്റെ മിടുക്കോ എൻ്റെ സാമർഥ്യമോ ഒന്നും കണ്ടല്ല. ഈ സഭയുടെ ആരാധന വിടുതലെല്ലാം എൻ്റെ ഈ ദേവദാസിൻ്റെ ഈ ദൈവമക്കളുടെയും ഈ സൂമിലുള്ള ദൈവമക്കളുടെ എല്ലാം പ്രാർത്ഥനയാണ് ഞാൻ ഇന്നിരിക്കുന്നത്. ഇന്ന് ദൈവം സന്തോഷം എനിക്ക് തരുന്നുണ്ട്. സാമ്പത്തികമായൊക്കെ എൻ്റെ ദൈവം ആ ദേവദാസിന് അന്ന് പറഞ്ഞ ആ ദൂത് ഇന്ന് എന്നെ നടത്തുകയാണ്. 2023 ദേവദാസൻ പറഞ്ഞ ആ ഒരു ദൂത്, അന്യദേശത്ത് നിന്നൊരു നന്മ തേടി പറഞ്ഞ ആ ഒരു ദൂതനുസരിച്ച് ഞാൻ ഇന്ന് നടത്തുകയാണ്. കർത്താവ് ഏപ്രിൽ ദേവദാസൻ ഇതുപോലൊരു ദൂതനോട് പറഞ്ഞു, ഒരു സാമ്പത്തിക വഴി തുറന്നു വരികയാണ്, അത് തൽക്കാലമല്ല, അത് അങ്ങോളം നീണ്ടു നിൽക്കുന്ന ഒരു സാമ്പത്തിക വഴിയാന്ന് പറഞ്ഞു. ദൈവം അതിനും ഞാൻ ഇന്ന് നടക്കുന്നത് ദൈവത്തിൻ്റെ കരുണയെന്നുകൊണ്ട് മാത്രമാണ്. സാക്ഷിയായി നിൽപ്പാൻ സമയം തന്ന സഭയോടും ദേവദാസനോടും നന്ദി അറിയിക്കുന്നു. ഈ വചനവും ഈ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു പുതിയ അധ്യായം എഴുതുന്ന പോലെ നിങ്ങളുടെ സകല പ്രാർത്ഥനകൾക്കും ദൈവം മറുപടി തരാൻ പോകുന്നു. ഇന്നു മുതൽ നിങ്ങൾ ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ ഒരു ബുക്ക് എടുത്ത് 1, 2 എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയിട്ട് വചനത്തിനകത്തും ദൈവപ്രസാദമുള്ള വഴിയിൽ നടക്കുവാനും തീരുമാനമെടുക്കണം. അല്ല, എൻ്റെ ദൈവം മറുപടി പറയുന്നവരാണ്. എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. ഞാൻ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പ്രാർത്ഥനകളുടെ മറുപടികൾ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളും ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ് എന്നെ പ്രദീപ് എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. അറിയാം, ശരീരം മുഴുവൻ ചൊറിച്ചിൽ പോലെ ഒരു രോഗം പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ആ മകൻ ചൊറിഞ്ഞ് പൊട്ടുന്നത് പോലെ ആ രോഗം ഇപ്പോൾ ആ മകന് അതിൻ്റെ വെളിയിൽ നിന്ന് സൗഖ്യമാകുകയാണ്. യേശുവേ, അങ്ങ് തൊട്ടു എന്ന് ഉറപ്പുവരുത്തണമേ അപ്പാ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിദേശത്തേക്ക് പോകാൻ കഴിയാതെ ഭാരപ്പെടുന്ന 2 സഹോദരിമാർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഇപ്പോൾ ഒരു അത്ഭുതം എൻ്റെ ദൈവം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ സമയത്ത് നിമ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ഹല്ലേലൂയ. വീട്ടിൽ നിഷ എന്നാണ് വിളിക്കുന്നത്. ഈ മകൾക്ക് വേണ്ടി കുടുംബജീവിതം വല്ലാത്തൊരു അനുഭവത്തിൽ പോകുന്ന ഈ മകൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇപ്പോൾ ഒരു അത്ഭുതം ചെയ്യുകയാണ്. കർത്താവെ, നാളുകളായിട്ട് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവെ, ഇവരങ്ങയുടെ വചനത്തിൽ ഉറയ്ക്കട്ടെ അപ്പ. ഇപ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിനകത്ത് വലിയ വഴികൾ തുറക്കുകയാണ്. തമ്പുരാൻ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ, അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ, അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ അപ്പ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരട്ടെ, ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ അപ്പ. അങ്ങയുടെ മഹത്വം ഇപ്പോൾ അങ്ങയുടെ മക്കളുടെ മുകളിലേക്ക് വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വസ്തു വിൽക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്, തലമുറയുടെ വിവാഹം നടക്കാതെ ഭാരപ്പെടുന്നവരുണ്ട്, ആസ്മ രോഗികൾ, അലർജി സംബന്ധമായ രോഗമുള്ളവർ, ക്യാൻസർ രോഗികൾ, എഴുന്നേക്കാൻ പറ്റാതെ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, ഇപ്പോൾ അത്ഭുതകരം വെളിപ്പെടണമേ അപ്പ. സൗഖ്യത്തിൻ്റെ കരം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ബാങ്കിൽ നിന്ന് പേപ്പറുമായി ഭാരപ്പെടുന്നവരുണ്ടപ്പ. ഹല്ലേലൂയ. കർത്താവെ, കോടതി കേസുമായിട്ട് എന്നെ കേൾക്കുന്നവരുണ്ട്. കർത്താവെ, ഇവർക്ക് വേണ്ടി അങ്ങയുടെ അത്ഭുതകരം ഇപ്പോൾ തന്നെ വെളിപ്പെട്ട് കഴിഞ്ഞാലായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ വിടുതലുകൾ സംഭവിച്ചതിനായി സ്തോത്രം. കർത്താവെ, അങ്ങയുടെ കരം വെളിപ്പെട്ടതിനായി മാമി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അങ്ങയുടെ മക്കളെ ഏൽപ്പിക്കുന്നു. ഇതൊരു വിടുതലിൻ്റെ സമയമാണല്ലോ അപ്പാ, ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാണല്ലോ. യേശുവിൻ നാമത്തെ ഞാൻ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരത്ഭുതം ഇപ്പോൾ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങ് ചെയ്തതിനായി സ്തോത്രം. യേശുവേ, അങ്ങയുടെ തിരുക്കരത്തിലോട്ട് ഞാൻ ഈ മക്കളെ ഏൽപ്പിക്കുന്നു. ഇന്ന് ഇവർക്കൊരു സന്തോഷത്തിൻ്റെ ദിവസമായി തീരട്ടെ. ഇന്നിവർ വിടുതൽ കാണട്ടെ. ഒരുമിച്ച് ഏൽപ്പിക്കുന്നു. ഇംഗ്ലീഷ് എക്സാമുകൾ പാസ്സാകാത്ത സഹോദരിമാരുണ്ട്, ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഒരു വിടുതൽ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ ഹല്ലേലൂയ ഈ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പ്രാർത്ഥനാ വിഷയമായി വിളിക്കേണ്ട നമ്പർ 8111 എന്ന് കാണുന്ന നമ്പറാണ്. അതേപോലെ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കണമെങ്കിൽ 9072 വിളിക്കുവാനുള്ളതല്ല, വാട്സാപ്പ് മെസ്സേജ് അയക്കാനുള്ളതാണ്. അതേപോലെ തന്നെ ഒരു പ്രത്യേക അറിയിപ്പ് അറിയിക്കുന്നു. ഹല്ലേലൂയ, എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു.
അതേപോലെ പ്രത്യേകമായി ഓർപ്പിക്കുന്നു, ഈ എപ്പിസോഡുകളുടെ ഒരു ഭാഗമായി നിങ്ങൾ തീരണമേ. അറിയാം, നിങ്ങൾ കരം നീട്ടണമേ. ഇത് സ്പോൺസർ ചെയ്യേണ്ടതിനായിട്ട് തുച്ഛമായ തുകയാണ് ഇതിനുവേണ്ടി അലിയ ചെയ്യുന്നത്. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നമുക്ക് ഒരുങ്ങാം. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.